ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂക്കളാണ്. ഇത് നമ്മളുടെ ബോഗൺവില്ലാസാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കൂടുതലുള്ള ബോഗൺവില്ലാസാണ്. അതിൻ്റെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. ഇതിന് നല്ല റേറ്റ് വരുന്നതാണ്. ഇതിൻ്റെ പേര് ഫയർ ഓൺ പ്ലാന്റ് എന്നാണ് കേട്ടോ. ഇത് അടുത്തതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു പൂവേ ഉള്ളൂ. നേരത്തെ ഇതിനകത്ത് ഇത്തിരി കൂടി നല്ല രീതിയിൽ പൂവെല്ലാം പിടിച്ച് നിൽക്കുമായിരുന്നു. അതിപ്പം പോയി. ഇത് അടുത്താണ്. ഇത് ചെറിയ പൂവാണ് കേട്ടോ. ഇങ്ങനെയുള്ളൊരു ചെറിയ പൂവാണ്. മറ്റേ ഒത്തിരി വലുതാവത്തില്ല ഇതിൻ്റെ പൂക്കൾ. ഇതിൻ്റെ കളറ് വൈറ്റാണ്. ഇത് ഒരു പിങ്ക് കളറാണ്. ഇത് പൂക്കുമ്പോൾ നല്ല രീതിയിൽ പോകും. ഫയർ ഓൺ പ്ലാന്റ് പോലെ തന്നെ അതിൻ്റെ പൂ ഇരിക്കുന്നത് ആ ഫയർ ഓൺ പ്ലാന്റിൻ്റെ തന്നെ പ്ലാന്റിൻ്റെ പൂ പോലെ തന്നെയാണ് ഇതിൻ്റെയും പൂ ഇരിക്കുന്നത്. ഇത് നല്ല ഡാർക്ക് കളർ പിങ്ക് കളറിലെ ഒരു പൂവാണ്. ഇത് ആദ്യമേ നടുന്നത്. ഇത് വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇനി റെഡ് കളറായിരിക്കും. റെഡെന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കളറല്ല കളറായിരിക്കും. അതിന് നല്ല രീതിയിൽ വിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡാർക്ക് പിങ്കാണ്. ഇത് സെയിം കളറാണ്, പക്ഷേ എന്നാൽ ഇതിൻ്റെ ഇലയ്ക്കും വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓർക്കിഡ് പോലെ അതിൻ്റെ പൂ പോലെ ഇങ്ങനെ നിലനിന്ന് നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പൂവാണെങ്കിൽ നല്ല കൊലകൊലയായിട്ട് അടുത്തടുത്താണ് കേട്ടോ വരുന്നത്. ഇത് ജെർബറാം എന്നൊരു വെറൈറ്റിയാണ്. ഇവിടെ 5 കളറോളം ഉണ്ട്. പക്ഷേ ഇപ്പം നിന്ന് 2 കളർ മാത്രമാണ് വിരിഞ്ഞിട്ടുള്ളത്. ബാക്കി വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്. ഇതിനകത്തുനിന്ന് റെഡാണ് ഏറ്റവും കാണാൻ ഭംഗി. റെഡിനാണ് കേട്ടോ. ഇത് നോർമലായിട്ടുള്ള വലിയ പൂ വരുന്ന ബോഗൺവില്ലയാണ്. ഇത് വൈറ്റ് കളറിലാണ്. അടുത്തത് ഓറഞ്ച് കളറിലെ പൂവും, ലൈറ്റ് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിലെ പൂവും പിന്നെ വെറിഗേറ്റഡായിട്ടുള്ള ഇലയുമാണ് കേട്ടോ ഈ പ്ലാന്റിന് വരുന്നത്. ഇത് വെറിഗേറ്റഡ് ഇലയും പിന്നെ 2 കളറ് വരുന്ന പൂവാണ് കേട്ടോ. ഇത് ആദ്യം പിങ്ക് കളറായിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഇത് വൈറ്റ് കളറാവുന്നത്. ഇത് വലിയ പൂവും നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ലൈറ്റ് പിങ്ക് കളറിലെ പൂവാണ് കേട്ടോ ഇതിൻ്റെ. ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്ന ബോഗൺവില്ലയുടെ ഒരു പ്ലാന്റാണ്. ഇത് ഇന്നലെ അങ്ങോട്ട് വാങ്ങിയതേ ഉള്ളൂ. വാങ്ങിയത് ഇതിനകത്ത് പൂവില്ലാത്തതാണ്. അപ്പം ഉണ്ടായി വരുമ്പം അത് തന്നെയാണോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ നല്ല ചെറിയ പൂവായിരിക്കും, പിന്നെ ലൈറ്റ് പിങ്കും ആയിരിക്കും. അടുത്ത ഇത് ഒരു പീച്ച് കളറിലുള്ളതാണ്. പീച്ച് എന്ന് പറയുമ്പോൾ ഓറഞ്ച് എന്നും പറയാൻ പറ്റില്ല, രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കളറാണ്. ഇത് അടുത്തടുത്ത് വരുന്ന ഒരു ബോഗൺവില്ലയാണ് കേട്ടോ. ഇത് വെറിഗേറ്റഡ് ഇല വരുന്നത് തന്നെയാണ്. ഇതിൻ്റെ പൂവിൻ്റെ കളർ ഡാർക്ക് പിങ്ക് ആണ്. ചെറിയ പൂവാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഇത് അടുത്ത ബോഗൺവില്ലയുടെ ചെടിയാണ്. ഇത് പ്ലെയിൻ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മളുടെ റൂബി റെഡ് എന്ന് പറയുന്ന ബോഗൺവില്ലയുടെ വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂ നല്ല നീണ്ടിരിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഇലയും. ഇത് ഗ്രന്ഥരാജൻ എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഇതിന് നല്ല വൈറ്റ് കളറിലെ വലിയ പൂവാണ് ഉണ്ടാകുന്നത്. അതിന് നല്ല മണമായതുകൊണ്ടാണ് ഗ്രന്ഥരാജൻ എന്നതിന് പേരിട്ടേക്കുന്നത്. ഇത് തെറ്റിയാണ്. ഇത് ചെറിയ തെറ്റിയാണ്. ഇതിനകത്ത് അടുത്തടുത്ത് വരുന്ന കുറേ ഇതളുള്ള തെറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ കളർ റെഡാണ്. ഇത് വൈറ്റ് കളറിലെ നോർമൽ തെറ്റിയാണ്. ഇതിൻ്റെ ഇല ചെറുതാണ് വരുന്നത്. ഇതിൻ്റെ പൂവിലയും രണ്ടും ചെറുതാണ്. അതിൻ്റെ തന്നെ വേറെ കളറാണ് ഇവിടെ ഉള്ളത്. ഇത് പിങ്ക് കളറാണ്. പിന്നെ ഇത് റെഡ് കളറും. ഇത് 3 നോർമലായിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് ഒരു മഞ്ഞ കളറിലെ വലിയ പൂവ് വരുന്ന തെറ്റിയാണ്. ഇത് ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പൂ പ്ലാന്റാണ്. ഇതാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പടർത്തി വിടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഇങ്ങോട്ടേക്കൊക്കെ പടർന്നെടുക്കുമ്പോൾ നല്ല രീതിയിൽ പൂ പിടിച്ചിരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂ തന്നെ ഈ ഒരു കളറിൽ വരുന്നതാണ്. ഇത് ചൈനീസ് ബോൾസം എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഒത്തിരി കാലം നിൽക്കത്തില്ല. ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം നിൽക്കും. ഇത് അടുത്ത വെറൈറ്റിയാണ്. ഡയാന്തസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇപ്പം കുറച്ച് വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഇത് പിങ്കും വൈറ്റും കൂടി വരുന്നതാണ്. ഇത് ലൈറ്റ് പിങ്കാണ്.
ഇത് പിന്നെ ഡാർക്ക് റെഡ് കളറിലാണ് കേട്ടോ. പിന്നെ ഇത് റെഡും പിങ്കും വൈറ്റും കൂടി വരുന്നതാണ്. ഇത് പിന്നെ പ്ലെയിൻ പിങ്ക് കളറിൽ മാത്രം വരുന്നതാണ്. ഇത് പെറ്റൂണിയ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂ പർപ്പിൾ കളറിലാണ്. പിന്നെ ഇത് പടർന്ന് കിടക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന 10 മണി എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂ 10 മണിയാകുമ്പം വിരിയും. ഇത് അദീനിയ എന്ന് പറയുന്ന ഒരു പൂച്ചെടിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കളറാണുള്ളത്. ഒന്ന് കണ്ട ഇതുപോലത്തെ ഡാർക്ക് പിങ്ക് കളറിൽ വരുന്നതും പിന്നെ രണ്ടാമത്തെ ഡബിൾ ഷെയ്ഡുമാണ് കേട്ടോ. ഇതിനകത്ത് വൈറ്റും പിങ്കും കൂടെയാണ് വരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ബെല്ലൈക്കണും ഞെക്കണം. പിന്നെ പരമാവധി ഷെയറും ചെയ്യണം.